ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് തവണ വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ അതിനെനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണം. എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിലും ഡ്രസ്സില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നടക്കാറ്. എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സില്ല എന്ന് പറഞ്ഞൊരു പരാതിയാണ് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സ്. ഇത് എൻ്റെ മാത്രമല്ല, എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും മമ്മീൻ്റെയും പപ്പേനൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്കങ്ങനെ സെലക്ഷൻ എന്നുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ സ്കൂളിലെ യൂണിഫോമാണ്. അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ വല്ലാത്ത മടിയാണ്. ഇട്ടതൊക്കെ തന്നെ പിന്നെ ഇടുക. ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിലും ഒരു തവണ ഇട്ടത് എനിക്ക് പിന്നെ ഇടാൻ പറ്റത്തില്ല. കാരണം അതെല്ലാവരും കണ്ടില്ലേ. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ഇതുപോലെയാണ്. ഇപ്പം അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വന്നാണ് ഞാൻ ഗുഡ് ലക്ക് എന്നൊരു സിമ്പൽ കാണിച്ചത്. ഇത് എൻ്റെ അമ്മേൻ്റെ ടോപ്പാണ്. ഇതെനിക്ക് കറക്റ്റാണ്. ഞാൻ ഒരു ദിവസം ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഞാൻ അമ്മേനോട് ചോദിച്ചു, ഈ ടോപ്പ് ഞാൻ വാടകയ്ക്ക് എടുത്തോട്ട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നോ എന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്നുള്ളതിൻ്റെ സാഹസിക പോരാട്ടങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, ഒരു ഡ്രസ്സ് വലിക്കാൻ പോലും പറ്റാത്ത ഞാനാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഗായ്സ്. വീട്ടിലിരുന്ന ബനിയനൊക്കെ നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞുള്ള ഒരു ചിരിയും ഇതൊക്കെ കാണിച്ചിട്ട് ഞാൻ മെല്ലെ ക്യാമറ എടുത്തിട്ട് അമ്മ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയത്. പുറത്തോട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടെറസിൽ പോയപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ഉടുപ്പ് ഞാൻ കണ്ടു. അതെൻ്റെ കസിൻ്റെ ഉടുപ്പാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് പൊക്കി. അതിന് നേരെ പൊക്കി ആ ഉടുപ്പ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാനാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഓരോന്നായിട്ട് താഴെ ഇട്ടിട്ട് അവലൊക്കെ താഴെ ഇട്ടു. അതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഉടുപ്പ് കാണിച്ചു തരാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടം അത് തിരിഞ്ഞു ഇതാണ് കേട്ടോ ഞാൻ ഇട്ട ഉടുപ്പ്. എൻ്റെ കസിൻ്റെ ഉടുപ്പാണ്. ഇതിൽ കൂടെ കണ്ണാടി കൂടെ കാണുന്ന രീതി പക്ഷെ കണ്ടില്ല. അപ്പോൾ ഈ ഉടുപ്പാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ തിരിച്ച് മറിച്ച് കാണിക്കാനാണ് എൻ്റെ സാഹസിക പോരായ്മകൾ. പക്ഷെ അതൊക്കെ പോരാട്ടങ്ങൾ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ പോരായ്മയായി പോയിട്ടോ. ഞാൻ പിന്നെ ഒരു ഫേസ് വാഷ്, ഹിമാലയൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തു. അതിൻ്റെ എൻ്റെ മേക്കപ്പിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ വൈറ്റോണിൻ്റെ ഫേസ് പൗഡറാണ് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൗഡർ ഇടാൻ. ഞാൻ എങ്ങോട്ടും പോകത്തില്ല. അപ്പം എൻ്റെ മുഖത്തുള്ള ടാനൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ എങ്ങനെയൊക്കെ മാറ്റണം. അപ്പോൾ ഇന്ന് പ്രേതത്തിൻ്റെ രൂപത്തിൽ ഞാനൊരു ഇത് നോക്കിയത്. പിന്നെ ഞാൻ എൻ്റെ പൗഡർ ഇട്ടു. വൈറ്റോൺ എൻ്റെ ഫേവറേറ്റ് പൗഡറാണ്. പോൺസും കുട്ടിക്കുറൊക്കെ യൂസ് ചെയ്യുമെങ്കിൽ വൈറ്റോണിന് അതെന്തോ ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് തോന്നി. എനിക്ക് ഈ വൈറ്റോണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ സാഹസികം കാട്ടിയതായി ഇട്ടു. പിന്നെ നോക്കുമ്പോഴാണ് ഞാൻ ആ വെളുത്തിട്ട് പാറിയിരിക്കുന്നു എന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഭൂതമായ പോലെ എനിക്ക് തോന്നി. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു തുണി എടുത്തിട്ട് ഞാൻ അതൊക്കെ തുടയ്ക്കാൻ ആരംഭിക്കുകയായിരുന്നു. ഒരു തുണി എടുത്ത് തുടച്ചപ്പോൾ തന്നെ എൻ്റെ മുഖം നല്ല ക്ലാരിഫൈ ഉണ്ടായിരുന്നു. ഇങ്ങനെയായി മാറി. അതിൻ്റെ ഇടയിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അലമാരിലെ പൊട്ടും ഇതൊക്കെ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫോഗിൻ്റെ സ്പ്രേ അങ്ങോട്ട് എടുത്തു. നമ്മൾ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഒന്നും കൂടെ നോക്കി എങ്ങനെയുണ്ട് എൻ്റെ മുഖം, രസമുണ്ടോ എന്നൊക്കെ. പിന്നെ പൗഡർ കുറച്ച് കുറേ പോലെ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രോയിലെ സാധനങ്ങൾ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചത്. എനിക്ക് ഫസ്റ്റ് വീഡിയോ കൊണ്ട് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കൊളായി പോവുമോ, ഇനി ചളാവുമോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെറ്റൽ ബ്രഷ് എടുത്തു. അത് എടുത്തിട്ട് ഞാൻ വെറുതെ എന്തൊക്കെയോ ഒരറ്റിക്കാട്ടി നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോൺസിൻ്റെ പൗഡർ എടുത്തിട്ട് ആ പെറ്റൽ ബ്രഷിൽ വെറുതെ ഇട്ടു. എന്നിട്ട് വെറുതെ ഒന്ന് തുടച്ചെടുത്തു. ഞങ്ങളിപ്പോൾ ഈ പരിപാടിയിലോട്ട് പോവുകയാണ് വണ്ടിയിൽ. അപ്പോഴാണ് ഞാൻ ഈ വോയിസൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് വണ്ടീൻ്റെ ശബ്ദം കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലിപ് ബാം എടുത്തു. ആദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഇതെന്തൊരു ബോൾ ഇരിക്കുന്നതെന്ന്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഞാൻ അതൊക്കെ എൻ്റെ ചുണ്ടിലൊക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആക്കിയെടുത്ത് എൻ്റെ ചുണ്ടിൽ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ലിപ് ബാമൊന്നും ഇഷ്ടമല്ല. ലിപ്സ്റ്റിക്കിൻ്റെ പോലത്തെ ലിപ് ബാം എന്ന് വെച്ചിട്ടില്ലേ, അതൊക്കെയാണ് എനിക്കിഷ്ടം. ഇനി ഞാനത് ഉരുട്ടി എടുത്തതുപോലെ തന്നെ തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ ചുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ നടന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വലിയ മേക്കപ്പ് സെറ്റിൽ നിന്ന് ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്കായിരുന്നു എടുത്തത്. അതെടുത്ത പാടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇട്ടു. എനിക്ക് എന്താണെന്ന് അറിയില്ല, റെഡിനോട് ഭയങ്കര താല്പര്യമാണ്. റോസും ബ്രൗണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റെഡ് എനിക്ക് ഭയങ്കര ഫേവറായിട്ടുള്ള ഒരു കളർ പോലെയായിരുന്നു തോന്നിയത്. ഒരച്ചൊരച്ച് തേച്ചു. എൻ്റെ അച്ഛന്
പപ്പിക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ തുടച്ച് കളയാൻ തീരുമാനിച്ചെങ്കിലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടൊരു വെറുതെ തുടച്ച് കളയുന്ന പോലെ കാണിച്ചത് പപ്പ കാണാൻ വേണ്ടി. അപ്പോഴായിരുന്നു എൻ്റെ ചെവിയിൽ പൗഡർ ഇരിക്കുന്നത് കൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മാറ്റി ബട്ടർഫ്ലൈയുടെ കമ്മലിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർഫ്ലൈയുടെ കമ്മൽ. പിന്നെ പൊട്ടൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ ഫൈനൽ ലുക്കാണിത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ?